ഇംഗ്ലീഷ് പ്രയോഗത്തിൽ വീണ്ടും പുലിവാല് പിടിച്ച തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ. തരൂർ പ്രയോഗിച്ച സ്ക്യൂമിഷ്ലി എന്ന വാക്കുയർത്തി തരൂരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തീ പാർന്ന തിരുവനന്തപുരത്ത് ഇടതുപക്ഷവും ബിജെപിയും. താൻ പ്രയോഗിച്ച വാക്കിന്റെ അർത്ഥം തരൂർ തന്നെ വ്യക്തമാക്കിയതോടെ ഏത് വിശ്വസിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് വോട്ടർമാർ. കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളുമായി തരൂർ ഞെട്ടിക്കുന്നത് ആദ്യമായല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാളയം മാർക്കറ്റിലെത്തിയ തരൂരിന്റെ സ്ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എന്ന പ്രയോഗം ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷവും ബിജെപിയും. സ്ക്യൂമിഷ്ലി എന്നാൽ അറപ്പുളവാക്കുന്നവ എന്നാണ് അർത്ഥമെന്ന് എതിരാളികളുടെ വാദം. ഈ പ്രയോഗത്തിലൂടെ മത്സ്യത്തൊഴിലാളികളെ തരൂർ അപമാനിച്ചിരിക്കുകയാണെന്ന് LDF ആരോപിച്ചു. വളരെ തരംതാണ രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് വെറുക്കപ്പെട്ടതാണെന്നുള്ള രൂപത്തിൽ ഇതിന്റെ മണം, മത്സ്യത്തൊഴിലാളികളുടെ മണം തന്നെ എനിക്ക് വെറുപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തരൂരിനൊപ്പമായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരമേഖല. അതുകൊണ്ടുകൂടിയാണ് വിവാദം ഇടതുപക്ഷവും ബിജെപിയും ഒരുപോലെ ഏറ്റുപിടിച്ചതും. എന്നാൽ സ്ക്യൂമിഷ്ലി എന്നാൽ സത്യസന്ധനായ, നിഷ്ഠയുള്ള എന്നാണ് അർത്ഥമെന്ന് തരൂരിന്റെ നിലപാട്. താൻ പ്രയോഗിച്ചത് സ്ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എന്നാണെന്നും അതിനർത്ഥം സത്യസന്ധനായ അല്ലെങ്കിൽ നിഷ്ഠയുള്ള സസ്യബുക്ക് എന്നതാണെന്നും വിശദീകരിച്ച് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തരൂർ. ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തന്നെ ബോധ്യമില്ല, എല്ലാവരും മനസ്സിലാക്കാൻ സാധിക്കാത്ത വാക്കുകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്നവരും കൂടി മനഃപൂർവ്വമായിട്ട് അതിനൊരു ഇല്ലാത്ത അർത്ഥം കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഓഹാരം വരുന്ന ഒരു ശ്രദ്ധ വരുന്ന തോന്നലുണ്ട്. ഞാൻ ഈ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സമൂഹ മാധ്യമങ്ങളിലും സ്ക്യൂമിഷ്ലി വിവാദം കൊഴുക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മത്സ്യമാർക്കറ്റിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തന്റെ പദപ്രയോഗത്തിന് ഇല്ലാത്ത അർത്ഥം നൽകിയെന്ന തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ. ബിജെപിയും ഇടതുമുന്നണിയും തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശശി തരൂർ ഉദ്ദേശിക്കുന്നത്? വിശദാംശങ്ങൾ. ശ്രുതി, ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായാണ് BJPയും CPM ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ താൻ പറഞ്ഞത് ഒരിക്കലും മത്സ്യത്തൊഴിലാളികളെ മോശമായി ചിത്രീകരിക്കുന്നതല്ല, ആ മേഖലയെ കുറ്റപ്പെടുത്തുന്നതല്ല. താൻ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPM BJP ശ്രമിക്കുന്നു എന്നതാണ് തരൂരിന്റെ വാദം. ഈ സംബന്ധിച്ച് അദ്ദേഹം മുമ്പ് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും താൻ ഏറെക്കാലമായി കഴിഞ്ഞ 10 വർഷമായി മത്സ്യബന്ധന മേഖലയിലും ബന്ധപ്പെട്ടവരുമായി പ്രവർത്തിക്കുകയാണ്. അവരുമായി വലിയ ഒരു ആത്മബന്ധം ഉള്ളയാളാണ് താൻ. ഇത് തന്റെ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് തോൽവി ഭയന്ന് ഇരുകൂട്ടരും ചെയ്യുന്ന ഒരു രീതി എന്നാണ് ഇപ്പോൾ തരൂർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിവാദം കത്തും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ വിലയിരുത്താനാവുക. ഏതായിരുന്നാലും ഈ തരൂർ പറയുന്നത് താൻ തന്റെ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് CPMഉം BJPയും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് തരൂർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ശരി, VS അനു തിരുവനന്തപുരത്ത് നിന്ന്.